കാവ്യമുണരും കാരുണ്യ ദിവ്യാമൃതം തൃക്കൈയിൽ നിറയുന്നു. രാഗമുയരും കാട്ടോടതൻ ഭംഗിയും തൃപ്പാദേ വിലസുന്നു. ഭക്തി തെളിയും പൂജാമലർഭംഗിയായി തൃക്കൺ പാർക്കുക എൻ്റെ ദേവ ഗുരുവായൂരിൽ മിന്നും ഹരേ. ഗുരുപവനപുരിയിലെത്തി കുളി കഴിഞ്ഞു വരിയിലെത്തി കണ്ണടച്ചു പാടി ഞാനും നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. എൻ്റെ കൂടെ നിന്നിരുന്ന ഭക്തജനമൊന്നടങ്കം കൈയടിച്ചു പാടിയൊപ്പം നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. പൊന്തിടമ്പുമേന്തി നിൽപ്പൂ ചന്തമേറിടുന്നൊരാന പിന്നിലായുയർന്നു ശബ്ദം നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. കേളികൊട്ടുയർന്ന നേരം കേട്ടിടുന്നു കാതിലായി കേശവന്റെ പുണ്യനാമം നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. മെല്ലെ മെല്ലെ നീങ്ങി ഞാനും മുന്നിലെത്തി കൈകൾ കൂപ്പി കൃഷ്ണരൂപം കണ്ടു ചൊല്ലി നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. പാദതീർത്ഥമേറ്റുവാങ്ങി ചന്ദനക്കുറിയണിഞ്ഞു പൂവു ചൂടി പാടി പിന്നെ നാരായണ 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 ഹരേ നാരായണ. ഊട്ടുപുര തന്നിൽ നിന്നും നാമഘോഷം പൊങ്ങിടുന്നു കൂട്ടു ചേർന്നു പാടി ഞങ്ങൾ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. മാനസത്തിലായിരുന്നു മാധവൻ പറഞ്ഞിടുന്നു നാമജപം പാപഹരം നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം നാരായണ നാരായണ. ഭഗവാന്റെ സങ്കല്പങ്ങൾ വിചിത്ര രൂപസ്തവ ഖല്വനുഗ്രഹ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ നോക്കൂ, ഭഗവാന്റെ ഒരു കീർത്തനം പാടണം എന്ന് ഒരു തോന്നൽ വന്നപ്പോ പുസ്തകം എടുത്ത് ഇങ്ങനെ തുറന്നു വെച്ചപ്പോ നാരായണനാമത്തിന്റെ മഹിമ പാടുന്ന ഇത് വേണം എന്ന് ഭഗവാൻ സങ്കല്പം ചെയ്തു. അതോടൊപ്പം തന്നെ പാടി വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, മാനസത്തിലായിരുന്ന് മാധവൻ പറഞ്ഞിടുന്നു നാമജപം പാപഹരം നാരായണ. എഴുതിയപ്പോ ഒരുപക്ഷെ ഭഗവാനെ ഉദ്ദേശിച്ചാണ് എഴുതിയതെങ്കിൽ അത് ഭക്തന്റെ കാര്യത്തിലും സത്യമാണ് എന്ന് ഈ നാരായണാലയത്തിന്റെ ദിവ്യ പീഠത്തിലിരിക്കുമ്പോൾ കൂടുതൽ സ്പഷ്ടമാവണം അല്ലേ?
മാനസത്തിലായിരുന്ന് മാധവൻ പറഞ്ഞിടുന്നു. തിരുനാമാചാര്യൻ നമുക്ക് പറഞ്ഞു തരികയാണ്, നാമജപം പാപഹരം. തൻ്റെ സ്വജീവിതം കൊണ്ട് അത് ലോകത്തിന് പകർന്നു കൊടുത്ത ആളാണ്, പറഞ്ഞു കൊടുത്ത ആളാണ് തിരുനാമാചാര്യൻ. അപ്പൊ ഇവിടെ നമ്മള് ഭഗവാന്റെ അതിമനോഹരമായ മോഹിനി രൂപത്തെ കുറിച്ച് അനുസ്മരിച്ചു. ആ മോഹിനി രൂപം കാണാൻ മോഹമുണ്ടായി മഹാദേവന്. സാധാരണ രീതിയിലൊക്കെ അവതാര രംഗത്തിന്റെ സമയത്ത് മഹാദേവൻ എപ്പോഴും അവിടെ ഉണ്ടാവും. സജ്ജനങ്ങൾ പറയുന്നു, അന്ന് ഈ വിഷമൊക്കെ കഴിച്ചതുകൊണ്ട് നേരെ കൈലാസത്തിലേക്ക് പോയിത്രേ. അത് കണ്ട് പിന്നീട് ഉള്ള അവതാരങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ ഏതായാലും ഇവിടെ ആ അവതാരം വീണ്ടും കാണണം എന്നൊരു മോഹം വന്നപ്പോ അവിടുന്ന് കൈലാസത്ത് ഇറങ്ങി പുറപ്പെട്ടു. ഇറങ്ങി പുറപ്പെടുമ്പോ പാർവതി ചോദിച്ചു, എങ്ങടാ പോണത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അവിടെ ആ ഭഗവാന്റെ ദിവ്യമായ ഒരു അവതാരം ഉണ്ടായി. അപ്പൊ പറഞ്ഞു, ആരുടെ? എൻ്റെ ഏട്ടൻ്റെ ആണോ എന്ന് ചോദിച്ചു എന്നാണ്. പത്മനാഭ സഹോദരിയായ പാർവതി ചോദിച്ചപ്പോ പറഞ്ഞു, ആ അതന്നെ. എന്നാൽ എനിക്കും കാണണം എന്നായി മോഹം. അങ്ങനെയാണല്ലോ, നമുക്ക് പുരുഷന്മാര് സ്ത്രീവേഷം കെട്ടിയാലും സ്ത്രീകൾ പുരുഷന്മാരുടെ വേഷം കെട്ടിയാലും അല്ലേ, ഭഗവാനെ സംബന്ധിച്ച് ന സ്ത്രീ ന പുമാൻ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും നമ്മൾ പൊതുവിൽ കാണുമ്പോൾ ഒരു പുരുഷരൂപമായിട്ടാണ് നമ്മുടെ സങ്കല്പത്തില്. അപ്പോ സ്ത്രീയായിട്ട് മാറി എന്ന് കേട്ടപ്പോ ശരി എന്ന് പറഞ്ഞു. പാർവതിയും ഒപ്പം പുറപ്പെട്ടു. അച്ഛനും അമ്മയും പോയപ്പോ ഉണ്ണിഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഒപ്പം പോയി എന്നാണ്. എല്ലാവരും കാളപ്പുറത്ത് കയറി നിരവധി ഭൂതഗണങ്ങളോടുകൂടി അവിടേക്ക് എത്തി. ഭഗവാനെ ഗംഭീരായിട്ട് അങ്ങട് സ്തുതിച്ചു, ഇങ്ങട് സ്തുതിച്ചു, സ്വീകരിച്ചു. അതിനുശേഷം എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഏന സമ്മോഹിതാ ദൈത്യാപായിതാശ്ചാമൃതം സുര. ആ അസുരന്മാരെ മോഹിപ്പിച്ചതും ദേവന്മാർക്ക് അമൃത് കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള ഭഗവാന്റെ ദിവ്യമായ സോഹം ത്വദ്ദൃഷ്ടുമിച്ഛാമി യത്തെ യോഷിത്വപൃധൃതം. യോഷീത് രൂപം, ആ സ്ത്രീയായിട്ട് അവിടുന്ന് മോഹിനി രൂപം കിട്ടിയില്ലേ, അതൊന്ന് കാണാൻ മോഹൻ. മഹാദേവൻ പറഞ്ഞു, ഏന സമ്മോഹിതാ ദൈത്യന്മാരെ അസുരന്മാരെ മോഹിപ്പിച്ചത്. ഇവിടെ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠനാഥൻ ഒന്ന് ചിരിച്ചു. ചിരിയുടെ അർത്ഥം എന്താ? ഇത് അസുരന്മാരെ മാത്രമല്ല എല്ലാവരെയും മോഹിപ്പിക്കും, കാമാരിയായിരിക്കുന്ന അവിടുത്തെ പോലും മോഹിപ്പിക്കും എന്നാണ് ചിരിയുടെ അർത്ഥം. ഭഗവാൻ പറഞ്ഞു, ശരി അങ്ങനെ ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. തത്തേഹം ദർശയിഷ്യാമി, കാണിച്ചു തരാം, ദാ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. പിന്നീട് മഹാദേവൻ കേൾക്കുന്നത് മനോഹരമായ പൊന്നിൻചിലമ്പിന്റെ നാദാണത്രേ. ദൈശ്രേയസം എന്ന ഉദ്യാനത്തിൽ ഒരു വള്ളിക്കുടിലിൽ നിന്ന് മനോഹരമായ 2 കാലുകൾ മാത്രം ഇങ്ങനെ പുറത്തേക്ക് കാണാണ്ടത്രേ. ആ കാലുകളില് എന്താ പറഞ്ഞുകൊണ്ടിരിക്കണത്? പദഭജനം ശ്രേയ ഇത്യാലബന്ധം. സജ്ജനങ്ങള് പറയാറുണ്ട്, ഭഗവാന്റെ പൊന്നിൻചിലമ്പായി മാറിയത് പാർവതിയാണത്രേ കൃഷ്ണാവതാരത്തില്. മഹാദേവനാണ് ആ വനമുരളികയായി മാറിയത് എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാർവതിക്ക് ഈ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി, പക്ഷെ മഹാദേവന് മനസ്സിലായില്ല. മഹാദേവൻ ആ ശബ്ദത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി കുറച്ചു നേരമൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ നോക്കുമ്പോ പറ്റണില്ല. പതുക്കെ അതിന്റെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നപ്പോ വള്ളിക്കുടിയിൽ നിന്നൊരാള് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോഴോ കയ്യിലൊരു പന്തൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ പന്ത് മുകളിലേക്ക് ഇടുന്നുണ്ട് അല്ലേ, അത് താഴേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് മഹാദേവനെ നോക്കുന്നുണ്ട്. മഹാദേവൻ എല്ലാം മറന്നുകൊണ്ട് പിന്നാലോടി. അങ്ങനെ വായുപുരേശനായിരിക്കുന്ന വൈകുണ്ഠനാഥന്റെ ചേല വായു തന്നെ അവിടുന്ന് പറപ്പിച്ചു കളഞ്ഞു അത്രയും. മഹാദേവൻ പിന്നാലോടണു. അങ്ങനെ ഓടി 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 ആ മരങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 കേശബന്ധൗപാനീയ ബാഹുഭ്യാം പരിഷസ്വജേ, അങ്ങനെ കെട്ടി അങ്ങോട്ട് പിടിച്ചു മഹാദേവൻ. എന്നിട്ടോ അവിടെ പറയുകയാണ്, കരുണീയഥ, പിടിയാനയും കൊമ്പരാനയും പോലെ ഭഗവാൻ അങ്ങനെ ലീലകളാടിയപ്പോ മഹാദേവന്റെ രേതസ് സ്ഖലിച്ചു. അത് സ്വർണഖനികളും വെള്ളിഖനികളുമായി മാറി എന്ന് പറയുന്നു. ഭാഗവതത്തിലും അതിൻ്റെ സാരമായിരിക്കുന്ന നാരായണീയത്തിലൊക്കെ ഇത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള ആ ഐതിഹ്യ കഥ ഭാഗവതത്തിലില്ല. ഹരിഹരപുത്രൻ ഉണ്ടായി എന്നുള്ളത് പറയണില്ല, മറിച്ച് അതൊക്കെ വെള്ളിഖനികളും സ്വർണഖനികളുമായി മാറി എന്ന് പറയുന്നു. ഏതായാലും സ്വയമേവ
ആ മോഹത്തിൽ നിന്ന് മഹാദേവൻ മോചിതനായി തൻ്റെ പത്നിയായ പാർവതിക്ക് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു എന്നും അവിടെ പറയുന്നു. എന്നിട്ടോ ഏവം ഭഗവതാ രാജൻ ശ്രീവത്സാംഗേന സൽകൃത, വൈകുണ്ഠമൂർത്തിയാൽ ആദരിക്കപ്പെട്ട മഹാദേവൻ ആമന്ത്രിതം പരിക്രമ്യ സഗണസ്വാലയം യൗ, ആ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് തൻ്റെ ആലയത്തിലേക്ക്, കൈലാസത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നീട് പാർവതിക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ മോഹനമൂർത്തിയുടെ, ആ മോഹിനീമൂർത്തിയുടെ അത്ഭുതകരമായ കഥ ശങ്കരമോഹനം എന്ന രീതിയിൽ അവിടെ പാടി സമർപ്പിച്ചു. തമഹമുപസൃതാനാം കാമപൂരം നതോസ്മി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ഇനി വരാൻ പോകുന്ന വിവിധങ്ങളായ മന്വന്തരങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ആ വിവസ്വാന്റെ പുത്രനായ വൈവസ്വത മനു 7ാമത്തെ മനുവാവും 8ാമത്തെ മനുവായിട്ട് വരാൻ പോണത് സാവർണിയാണ്. സാവർണി മന്വന്തരത്തിലാണ് സാക്ഷാൽ ബലി അല്ലെങ്കിൽ ഇന്ദ്രസേനൻ ഇന്ദ്രനായി മാറാൻ പോണത് എന്നും അവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം 9ാമത്തെ മനു നവമോ ദക്ഷസാവർണീർ, ദക്ഷസാവർണിയാണ് 9ാമത്തെ മനു എന്ന് പറഞ്ഞു. 10ാമത്തെ മനു ബ്രഹ്മസാവർണിയാണ് എന്നും അവിടെ സൂചിപ്പിക്കുന്നു. 11ാമത്തെ മനു ധർമ്മസാവർണി, രുദ്രസാവർണി 12ാമത്തെ മനു. അതിനുശേഷം പറഞ്ഞു ദേവസാവർണി 13ാമത്തെ മനുവായിട്ട് തീരും. ഇന്ദ്രസാവർണിയാണ് 14ാമത്തെ മനു. അങ്ങനെ 14 മന്വന്തരങ്ങളെ കുറിച്ച് പറഞ്ഞ് അവിടെ സമർപ്പിക്കുന്നു. ആ മന്വന്തരത്തിൽ, ഓരോ മന്വന്തരത്തിലും മനുവിന് മാറ്റം ഉണ്ടാവും, ദേവേന്ദ്രന് മാറ്റം ഉണ്ടാവും, ദേവപുത്രന്മാർക്ക് മാറ്റം ഉണ്ടാവും, സപ്തർഷികൾക്ക് മാറ്റം ഉണ്ടാവും. മാറ്റമില്ലാത്തത് ഭഗവാന് മാത്രം. ഭഗവാൻ പക്ഷേ പല പല രൂപങ്ങളിൽ ഈ ലോകത്ത് ഓരോ മന്വന്തരത്തിലും അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നും പറഞ്ഞു നിർത്തി. അപ്പോ നമ്മൾ സാധാരണ ഒരു പ്രധാനമന്ത്രിയുണ്ട്, കുറേ മന്ത്രിമാരെയൊക്കെ ഓരോ കാര്യങ്ങൾ നടപ്പാക്കാൻ ഏൽപ്പിക്കും. അവരെ കൊണ്ട് പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ സാധിക്കാതെ വരുമ്പോഴോ പ്രധാനമന്ത്രി തന്നെ ഇറങ്ങി കാര്യങ്ങൾ നടത്തും. ഇതേപോലെയാണ് അത്രേ ഭഗവാന്റെ അവതാരങ്ങള്. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദേവേന്ദ്രനൊന്നുണ്ട്, സപ്തർഷികൾക്കുണ്ട്, ദേവന്മാർക്കുണ്ട്. പക്ഷെ ഇവരൊക്കെ വേണ്ട പോലെ ലോകത്തെ പരിപാലനം ചെയ്യാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ഭഗവാൻ അവതരിക്കും, ഭഗവാൻ താഴേക്ക് ഇറങ്ങി വരും നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട്. അതുകൊണ്ടാണ് നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ പല പല വേഷങ്ങൾ എടുക്കുന്നത് എന്ന് ചുരുക്കം. ഇങ്ങനെ ശിശുബ്രഹ്മർഷിയുടെ മുമ്പിൽ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ബലിയുടെ കഥ അങ്ങ് പറഞ്ഞുല്ലോ, ആ ബലിയിൽ നിന്ന് ഭഗവാൻ എന്തുകൊണ്ടാണ് 3 അടി മണ്ണ് യാചിച്ചത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ബലിയെ ബന്ധിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് 9 അധ്യായങ്ങളിലൂടെ വാമനാവതാര കഥ പറഞ്ഞത്. ബലിയുടെ കഥ പറയുമ്പോ ബലിയുടെ മുത്തച്ഛനായ പ്രഹ്ലാദനെ ഓർത്തുകൊണ്ടാവാം ഒരു പക്ഷേ ശിശു ബ്രഹ്മർഷി 9 അധ്യായങ്ങളിലൂടെ ഈ കഥ പറഞ്ഞത്. പ്രഹ്ലാദനുമായി ബന്ധപ്പെട്ട 9 എന്താ പ്രത്യേകത? പ്രഹ്ലാദനാണ് ലോകത്തിന്റെ മുമ്പിൽ നാരദ മഹർഷി പകർന്നുകൊടുത്ത ഭക്തിയെ ആ നവധാഭക്തിയായിട്ട് അവതരിപ്പിച്ചത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ ഉണ്ണി കേട്ട കഥകളെ ഉണ്ണി അച്ഛന് പറഞ്ഞു കൊടുത്തു. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് അച്ഛന് പറഞ്ഞു കൊടുത്ത എന്തിനു വേണ്ടിയിട്ടാ? അച്ഛൻ ഹിരണ്യകശിപു ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിട്ട് നിൽക്കുകയാണ്. അച്ഛന് ആ ചക്രവർത്തിയുടെയും ചക്രവർത്തിയായിട്ട് ആ ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിച്ചാൽ പിന്നെ ലോകം മുഴുവൻ ഭഗവാനെ അറിയില്ലേ? കാരണം ഹിരണ്യകശിപുവിന്റെ പുരികക്കൊടിയുടെ ഒരു ചെറുചലനം കൊണ്ട് കടക്കണ്ണൊന്ന് ചുവന്നാൽ ലോകം മുഴുവൻ കിടുകിട വിറയ്ക്കുമെന്നിരിക്കെ ആ കല്ലും പിളർക്കുന്ന കൽപ്പന ചെയ്യാൻ കഴിവുള്ള അച്ഛൻ പറയാണ്, നാളെ മുതൽ എല്ലാവരും പദഭജനം ശ്രേയ, അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, ആ ഭഗവാന്റെ പാദങ്ങളെയാണ് ഭജിക്കേണ്ടത്, അതാണ് ഏറ്റവും വലിയ ശ്രേയസ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താവും? ഈ സ്വസ്ത്യസ്തു വിശ്വസ്യ, ഈ ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാവും. ഖലപ്രസീദതാം, ദുഷ്ടന്മാരൊക്കെ എന്തായി തീരും? പ്രശാന്താത്മാക്കളായിട്ട് തീരും. സജ്ജനങ്ങൾ ഇങ്ങനെയാണ്,
അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം. ഇവിടെയും അതെ, ആ പ്രഹ്ലാദന് അതുകൊണ്ടാണത്രേ ഇത് അച്ഛന് പറഞ്ഞു കൊടുത്തത്. ഏതായാലും ഹിരണ്യകശിപുവിന് അതൊന്നും മനസ്സിലായില്ല. പക്ഷെ പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനൻ, വിരോചനന്റെ പുത്രനായ വൈരോചനി, വൈരോചനി ആണ് ബലി. ആ ബലിയുടെ കഥ പറയുമ്പോ ശ്രീശുഖ ബ്രഹ്മർഷി വിചാരിച്ചു എങ്കിൽ ആ ശ്രവണകീർത്തനാദികളിലൂടെ ഈ കഥ പറയാമെന്ന്. അപ്പൊ ആദ്യത്തെ ശ്രവണം ആരുടെ ശ്രവണത്തെ കുറിച്ചാണ് പറയണത്? ദേവമാതാവായ അതിഥിയുടെ ശ്രവണത്തെ കുറിച്ചാണ് പറയുന്നത്. അതിഥിയാണ് കേട്ടത്. അതിഥി കേട്ടപ്പോ അതിഥിക്ക് അത് ഭഗവാനെ കീർത്തിക്കാനുള്ളൊരു വഴിയായി. അങ്ങനെ ഭഗവാനെ കീർത്തിച്ചപ്പോ ഭഗവത് സ്മരണ അതിഥിക്കുണ്ടായി. ഇതാണ് ആദ്യത്തെ ഈ വാമനാവതാര കഥയിലെ ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് അതിഥി കേട്ടത്? ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അതിഥി കേട്ടത്. തൻ്റെ മക്കൾക്ക് തോൽവി സംഭവിച്ചു. ജയിച്ചത് തൻ്റെ സഹോദരിയുടെ മക്കളാണ്. പക്ഷേ തൻ്റെ മക്കളുടെ കാര്യം വലിയ കഷ്ടത്തിലായി. ബലിയുടെ നേതൃത്വത്തിൽ അസുരപ്പട ദേവലോകം മാത്രമല്ല 14 ലോകങ്ങളും കീഴടക്കി. ദേവന്മാർക്ക് നിക്കക്കള്ളിയില്ലാതെ അവര് വേഷം മാറി ഇപ്പൊ പല സ്ഥലത്തും താമസിക്കുകയാണ് എന്ന് അതിഥി കേട്ടു. അതിഥിക്ക് മനസ്സിലായി ഇതിന് കാരണം എന്താ? ഗുരോരനുഗ്രഹേണ ഇവ. തൻ്റെ കുട്ടികൾക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. ഗുരുനാഥനെ വേണ്ട പോലെ കണ്ടിട്ടില്ല, അതാണ് കുഴപ്പം. ഇപ്പോ ബലി എന്തു ചെയ്തു? തനിക്ക് ജീവൻ പകർന്നു തന്ന ആ ശുക്രാചാര്യരെ ഈശ്വരതുല്യം കണ്ടുകൊണ്ട് ആ ഗുരുനാഥന്റെ വാക്കുകളെ സ്വീകരിച്ചും കൊണ്ട് വിശ്വജിത്ത് എന്ന വളരെ വിശേഷമായിട്ടൊരു യാഗം നടത്തി. അപ്പോ മുതുമുത്തച്ഛന്മാർക്കൊക്കെ പറ്റിയ തെറ്റ് പറ്റരുത് എന്ന് ബലിക്ക് വലിയ നിർബന്ധമാണ്. കാരണം ഹിരണ്യകശിപുവൊക്കെ എന്താ ചെയ്തത്? മഹേന്ദ്രഭവനെ, ദേവലോകത്തിരുന്നിട്ടാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. ദേവലോകത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ദേവലോകത്തിരിക്കുമ്പോ അപകടം പറ്റിയ ആളുകൾ ഒരുപാട് പേരുണ്ട്, അല്ലേ? നഹുഷന്റെ കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ ഈ അഹങ്കാരം വരാൻ ദേവലോകം പോലെയുള്ള അല്ലെങ്കിൽ സ്വർഗസുഖങ്ങൾ അനുഭവിച്ചാൽ അഹങ്കാരം ഉണ്ടാവാൻ വലിയ സാധ്യതയുണ്ട്. അഹങ്കാരത്തിന്റെ ആ പാമ്പ് ഉള്ളിലിങ്ങനെ തല പൊക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം. അപ്പൊ നമ്മളും എന്ത് വേണം? നേരത്തെ പറഞ്ഞില്ലേ, തൊഴുതു മാറൂ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കുറെ കേൾക്കുകയും കുറെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിലിങ്ങനെ ചോദിക്കണം, നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ പാമ്പ് തലപൊക്കണുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ ആരോടെ പറയേണ്ടത്? പാമ്പിനെ ചവിട്ടി താഴ്ത്തിയ സാക്ഷാൽ ഭഗവാനോട്. അഹങ്കാരത്തിന്റെ ആ ദർപ്പഭണങ്ങൾക്ക് മുകളിൽ നൃത്തമാടിയ ആ കാളിയമർദ്ദന സ്വരൂപിയോട് പ്രാർത്ഥിക്കണം. അപ്പൊ അഹങ്കാരം എവിടെയുണ്ടോ അതിനെയൊക്കെ അമർച്ച ചെയ്യുക എന്നുള്ളത് ഭഗവാന്റെ ഒരു രീതിയാണ്. അപ്പൊ ഉള്ളിലെ പാമ്പിനെ അനക്കണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ്. ഏറ്റവും വലിയ പാമ്പിന്റെ പേര് തന്നെ അനക്കൊണ്ട എന്നാണ്. അപ്പൊ ഈ അനക്കൊണ്ടയ്ക്ക് അനക്കണ്ടോ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് ബലി എന്ത് ചെയ്തു? ഗുരുനാഥൻ പറയുന്നത് മുഴുവൻ കേൾക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഭഗവാന് കാര്യം മനസ്സിലായി. ഈ ഗുരുനാഥൻ പറയണത് കേൾക്കണ ഒരാളെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോ എന്ത് വേണം? ഗുരുനാഥൻ പറയണത് കേൾക്കാതാവുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണം. അതും ഭഗവാന്റെ ഒരു കാരുണ്യമാണ്. അപ്പൊ ഇവിടെ അതിഥി ദേവി കേട്ടു, തൻ്റെ മക്കളൊക്കെ സ്വർഗലോകം ഉപേക്ഷിച്ചു പോയിരിക്കണു. വിശ്വജിത്ത് എന്ന യാഗം നടത്തി അതിൽ നിന്ന് ലഭിച്ച ദിവ്യമായ രഥവും വിശേഷമായിട്ടുള്ള ആ വില്ലും അസ്ത്രങ്ങളും ഒക്കെ ലഭിച്ചിട്ടുള്ള, അതേപോലെ തന്നെ ഗുരുനാഥൻ നൽകിയ വിശേഷമായിരിക്കുന്ന ആ ജലജം, ആ ശംഖും, അതേപോലെ മുത്തശ്ശനായ പ്രഹ്ലാദൻ നൽകിയ വാടാമാലയും ഒക്കെ ചാർത്തിക്കൊണ്ട് ആ ശംഖങ്ങട് വിളിച്ച് ബലി എവിടെ എത്തണോ അവിടെയുള്ള ആളുകളൊക്കെ ബലിയുടെ ആശ്രിതന്മാരായിട്ട് തീരും. അപ്പൊ ദേവന്മാരുമായിട്ട് യുദ്ധമൊന്നും വേണ്ടി വന്നില്ല എന്നാണ് ബലിക്ക്. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം. അപ്പൊ ഇനി അവര് വിജയിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ തൻ്റെ മക്കൾക്കും സുഖം ഉണ്ടാവണം എന്നാണ് അതിഥി ആഗ്രഹിച്ചത്. ഇന്നലെ നമ്മൾ മരുതുൽപ്പത്തി കേട്ട സമയത്ത് ദിതി ആഗ്രഹിക്കണത് എന്താ? തൻ്റെ മക്കൾക്ക് സുഖം ഉണ്ടാവണമെന്ന് മാത്രമല്ല, തൻ്റെ ആ മക്കള് അല്ലെങ്കിൽ തനിക്കൊരു മകൻ ഉണ്ടാവണം, ആ മകൻ ഇന്ദ്രനെ ഇല്ലാതെയാക്കണം എന്നാണ്. അങ്ങനെയുള്ളൊരു മോഹമാണ്. അപ്പൊ ദിതിയോട് ഭർത്താവായിരിക്കുന്ന കശ്യപൻ പറഞ്ഞു 12 മാസം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിക്കാൻ. അതിന് പേര് പുംസവന വ്രതം. ഇവിടെ അതിഥി ചോദിച്ചപ്പോഴോ അതിഥിയോട് പറഞ്ഞു,
ഞാൻ വേറൊരു വ്രതം ഉപദേശിച്ചു തരാം. അതിൻ്റെ പേര് പയോവ്രതം എന്നാണ്. ഇത് കേവലം 12 ദിവസം കൊണ്ട് ഭഗവത് ഭജനം കൊണ്ട് അത് സാധിക്കും. അപ്പൊ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതാണെങ്കിലും നേരത്തെ ദിതിക്ക് പകർന്നു കൊടുത്തത് 12 മാസം നീണ്ടു നിൽക്കുന്നത്. കാരണം എന്താ? മനസ്സ് അത്ര ശുദ്ധമല്ല. ഇവിടെ കുറച്ചുകൂടി ഭേദമാണ്. അതുകൊണ്ട് അതിഥിക്ക് എല്ലാ കാമങ്ങളെയും സാധിപ്പിക്കുന്ന, പണ്ടെനിക്ക് ബ്രഹ്മാവ്, തൻ്റെ പിതാവായിരിക്കുന്ന ബ്രഹ്മാവ് ഉപദേശിച്ചു തന്ന വ്രതമാണ് ഇത്, ഞാനിത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആ വ്രതത്തെ ഉപദേശിച്ചു. അപ്പൊ ഇങ്ങനെ ഈ കഥകളൊക്കെ കേട്ട അതിഥി ശ്രവണം കൊണ്ട് പിന്നീട് എന്ത് ചെയ്തു? ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ കീർത്തിച്ചു എന്നാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഇപ്പൊ ഭഗവാനെ കീർത്തിച്ചപ്പോഴോ അതിഗംഭീരമായിട്ടുള്ള ആ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നമോദിശീഷ്ണേ ത്രിപദേ ചതുശൃംഗായ തന്തവേ സപ്തഹസ്തായ യജ്ഞായ ത്രയീവിദ്യാത്മനേ നമഃ ശിവായ രുദ്രായ നമഃ ശക്തിധരായ ച സർവവിദ്യാധിപതയേ ഭൂതാനാം പതയേ നമഃ എന്ന രീതിയിൽ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ കീർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കീർത്തിച്ചപ്പോ ആ കീർത്തനത്തിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ കീർത്തനം അതിഥിക്ക് ഭഗവത് സ്വരൂപത്തെ സ്മരിക്കുന്നതിനുള്ള കാരണമായി. കാരണം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ അതിഥി ദേവി ഗംഭീരായിട്ട് സ്തുതിച്ചു. തന്റെ മുമ്പിലെത്തിയ അതിഥിയായിരിക്കുന്ന ഭഗവാനെ യജ്ഞേശ യജ്ഞ പുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവ മംഗളനാമധേയ ആപന്ന ലോകവൃതിനോപശമോദയാദ്യാശം കൃധീശ ഭഗവന്നസി ദീനനാഥ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അമ്മേ, അമ്മയുടെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോ ബലിയെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാക്കാൻ എനിക്ക് പോലും സാധിക്കില്ല. കാരണം എന്താ? ഗുരോരനുഗ്രഹേണ ഇവ. ഗുരുനാഥന്റെ അനുഗ്രഹമുണ്ട്. പക്ഷേ ഗുരുനാഥൻ എപ്പോഴാണോ ആ ബലിയെ നിരാകരിക്കുന്നത്, ആ സമയത്ത് എപ്പോഴാണോ തിരസ്കരിക്കുന്നത്, ആ സമയത്ത് നമുക്ക് വേണ്ടത് ചെയ്യാം. അപ്പോഴും ബലിയെ ഇല്ലാതെയാക്കുകയല്ല, ബലിയെ സ്വർഗത്തിൽ നിന്ന് മാറ്റി സ്വർഗത്തേക്കാൾ സുന്ദരമായ മറ്റൊരു സ്ഥലം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാന്റെ മുമ്പിൽ ഭഗവാന്റെ കാരുണ്യത്തിന്റെ ലീല കൂടിയാണ് വാമനാവതാരം. അങ്ങനെ ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, അതുകൊണ്ട് കാലം പ്രതീക്ഷ, കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ അമ്മയുടെ പുത്രഭാവത്തിൽ അവതരിച്ച് അതുകൊണ്ട് തന്നെ ദേവേന്ദ്രന്റെ സഹോദരനായി മാറും ഭഗവാൻ, അല്ലേ? സഹോദരന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. സാധാരണ രീതിയിൽ ഭഗവാന്റെ സമഭാവനയ്ക്ക് ഇതൊരു കുഴപ്പമല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പരീക്ഷത്തിന്റെ മുമ്പിൽ നരസിംഹാവതാര കഥ നാരദ മഹർഷി ആ പറഞ്ഞതായിട്ട് ശിശുവൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ സമഭാവനയുള്ള ഭഗവാൻ ദേവേന്ദ്രന്റെ അനുജനായി അവതരിച്ച് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവതരിക്കുന്നത് പോലെ എന്ത് വേണം? ആ കാലം വരെ എന്ത് വേണം? ഇത് ആരോടും പറയാൻ പാടില്ല എന്നും പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എല്ലാം വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞ് അവിടുന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ കാത്തിരിപ്പ് തുടരുന്നു. അങ്ങനെയാണ് ശ്രോണായാം ശ്രവണദ്വാദശ്യാം, ശ്രാവണ മാസത്തിലെ ദ്വാദശി സമയം ഏകദേശം ഈ സമയം ഭഗവാൻ അതിഥിയുടെ പുത്രനായി ശ്രോണായാം, ശ്രീയുള്ള ഓണം, ശ്രോണം എന്ന് വെച്ചാൽ തിരുവോണം. ഇപ്പൊ തിരുവോണത്തിൻ്റെ അന്ന് എന്താണ്? വാമന ജയന്തി ആണ്, യാതൊരു സംശയവുമില്ല. നമുക്ക് കുറേ കാലം സംശയം ഉണ്ടായിരുന്നു, നമ്മള് ഈ വാമനനെയൊക്കെ ചതിയനാക്കി കൊണ്ടു നടന്നിരുന്നു. ഇപ്പൊ നമ്മളെ തന്നെ പറഞ്ഞാൽ മതി, അല്ലേ? അത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പൊ കുറേശ്ശെ മാറ്റം വന്നിട്ടുണ്ട്. മഹാബലിയുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ നമ്മൾ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടൊക്കെ വലിയ കൊടവയറന്മാർക്കായിരുന്നു മഹാബലി ആവാനുള്ള ഡിമാൻഡ്, അല്ലേ? ഇപ്പൊ അതൊക്കെ മാറി. മഹാബലിയെ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലായി. എന്നിട്ടും നമ്മൾ ഇപ്പോഴും ബലിയുടെ പക്ഷം നിന്നും വാമനപക്ഷം നിന്നും ഗോകുവാവിളികൾ നടത്താറുമുണ്ട്, അല്ലേ? വാമനനാണ് ശരി, ബലിയല്ല ശരി എന്ന് ഒരാള്, മറ്റേ ആൾ പറയുന്നു ബലിയാണ് ശരി, വാമനൻ ചതിയനാണെന്ന് പറയുന്നു.
സത്യത്തിൽ ഭക്തനും ഭഗവാനും, അതാണ് നമ്മൾ കാണേണ്ടത്. അതെന്ന് ഏതായാലും ആ തിരുവോണം, ശ്രോണം, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവതാരങ്ങൾ അല്ലെങ്കിൽ ഭഗവത് ചൈതന്യങ്ങളുടെ തിരുനാളുകളെയാണ് നമ്മൾ തിരു ചേർത്ത് പറയാറുള്ളത്. തിരുവോണം, തൃക്കാർത്തിക, തിരുവാതിര, അല്ലേ, തിരുഭരണി ആരും പറയാറില്ല, അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഇതിനു മൂന്നിനും പിന്നെ തൃക്കേട്ടയും പറയാറുണ്ട്, അല്ലേ? ബാക്കി ഒന്നിനും ആ ഒരു ഭാഗ്യമില്ല. ഏതായാലും തിരുവോണത്തിന് അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിച്ചു. അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞ നവധാഭക്തിയിലെ 4ാമത്തെ തലം ഏതാ? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം. പാദസേവ ചെയ്തു. ആരെ? ഈ പാവനമൂർത്തിയെ. ആരൊക്കെ പാദസേവ ചെയ്തു? ലോകം മുഴുവൻ പാദസേവ ചെയ്തു. കാരണം ബ്രഹ്മാദിദേവന്മാര്, നാരദാദി ഋഷീശ്വരന്മാര് അവരൊക്കെ അവിടെ വന്ന് ഭഗവാന്റെ പാദസേവ ചെയ്തു എന്നാണ്. ഭഗവാൻ അവതരിച്ചപ്പോ അതിഥി കശ്യപന്മാര് പഴയ കൃഷ്ണിയും സുതപസ്സുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാൻ ആ രൂപത്തിൽ അവർക്കൊരു ഓർമ്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി അവതരിച്ചത്. അപ്പൊ അവർക്ക് ഓർമ്മ വന്നോട്ടെ എന്ന് വിചാരിച്ച് ഇദ്ധം വിരിഞ്ചസ്തുതകർമ്മ വീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജ ശംഖഗദാബ്ജ ചക്ര പിശംഖവാസ നളിനായതേ ക്ഷണ. ഭഗവാൻ അവതരിച്ചു. ബ്രഹ്മാവിന്റെ സ്തുതി, ആ സ്തുതിക്ക് ശേഷം ബ്രഹ്മേശ്വരായിരിക്കുന്ന ഭഗവാന്റെ അവതാരം, അതിസുന്ദരമായിരിക്കുന്ന സ്വരൂപത്തോടുകൂടി ഭഗവാൻ അവതരിക്കണു. അങ്ങനെ അവതരിച്ചു കഴിഞ്ഞിട്ടോ എല്ലാവരും ഭഗവാന് പാദസേവ ചെയ്തു. ആ പാദസേവയ്ക്കൊടുവിൽ എല്ലാവരും ഗംഭീരായിട്ട് സ്തുതിക്കുന്നുണ്ട്. വിദ്യാധരഗണ സകിംപുരുഷ കിന്നരാചാരണ യക്ഷരക്ഷാംസി സുപർണ ഭുജഗോത്തമ ഗായന്ത്യോതി പ്രശംസന്തോ നൃത്യന്തോ വിബുധാനുകൈ. ആ എല്ലാവരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കണു, പാദസേവ ചെയ്തുകൊണ്ടിരിക്കണു. അപ്പൊ ഭഗവാൻ വിചാരിച്ചു ഇനി ബലിയും എന്റെ പാദസേവ ചെയ്തോട്ടെ. അപ്പൊ ദേവന്മാരും ഋഷിഗണങ്ങളൊക്കെ ഉണ്ടായി. ഇനി അസുര ചക്രവർത്തിയായ ബലി കൂടി പാദസേവ ചെയ്തോട്ടെ. പക്ഷെ ബലിയുടെ അടുത്തേക്ക് പോകുമ്പോ ഈ വേഷത്തിൽ പോകണ്ടാന്ന് തീരുമാനിച്ചു. കാരണം അവിടെ ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോവാണ്, യാചിക്കാൻ പോവാണ്. യാചിക്കാൻ നമ്മൾ പോകുമ്പോ എന്ത് വേണം? നമുക്ക് തരാൻ പോകുന്ന ആളെക്കാൾ കുറച്ചുകൂടി മോശമായിട്ട് തോന്നണം വേഷവും, അല്ലേ? അല്ലെങ്കിലോ നമ്മൾ ഒരാളുടെ അടുത്ത് പോയി കുറച്ച് പൈസ കടം വാങ്ങാൻ പോകുമ്പോ നമ്മൾ ഗംഭീരമായിട്ട് വേഷം കെട്ടി പോയി കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, അല്ലേ? അപ്പോ ഭഗവാൻ വിചാരിച്ചു എന്നാ ഇങ്ങനെയൊന്നും വേണ്ട, ഈ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കാം എന്ന് തീർച്ചപ്പെടുത്തി. കൃഷ്ണാജിനം മേഖല അത്രയൊക്കെ മതി എന്നാണ്. അല്ലാതെ ഈ വനമാലയും അതേപോലെ കൗസ്തുഭരത്നവും അതൊന്നും വേണ്ട, അതൊക്കെ മാറ്റിവെക്കാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ തീർച്ചപ്പെടുത്തിയപ്പോ തന്നെ ഭഗവാൻ പെട്ടെന്ന് വേഷം മാറി. യഥാ നട, ഒരു നടൻ എന്നതുപോലെ ഭഗവാൻ തന്റെ സ്വരൂപത്തെ മാറ്റി. എന്നിട്ടോ ബഭൂവതേനൈവ സവാമനോവടു സംപശ്യതോർ ദിവ്യകതിർ യഥാ നട തം വടും വാമനം ദൃഷ്ട. വാമനെ കണ്ടു കഴിഞ്ഞപ്പോ മഹർഷിമാർക്കൊക്കെ വലിയ സന്തോഷമായി. അപ്പൊ അവര് പറഞ്ഞു കശ്യപന്റെ അടുത്ത്, അതെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതാ ഉണ്ണിയുടെ ഉപനയനത്തിന് പറ്റിയ സമയമാണ്, എന്നാ ഉണ്ണിയുടെ ഉപനയനം നടത്തിയാലോ? കശ്യപൻ പറഞ്ഞു ഓ ശരിയാവട്ടെ എന്നും പറഞ്ഞു. ഉണ്ണിയുടെ ഉപനയനം നടത്താൻ തീരുമാനിച്ചു. ഗായത്രി മന്ത്രം ഉപദേശിച്ചതാര? സാക്ഷാൽ ആ ചൈതന്യമൂർത്തിയായിരിക്കുന്ന സൂര്യനാരായണൻ തന്നെ. ആ സൂര്യമൂർത്തി വന്ന് സാവിത്രിം സവിതാബ്രവീൽ ആ ഗായത്രി മന്ത്രത്തെ ഉപദേശിച്ചു. ബൃഹസ്പതി, ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയാണ് പൂണൂല് കൊടുത്തത്. കശ്യപൻ മേഖല കൊടുത്തു. കൃഷ്ണാജിനം ഭൂമി, സോമൻ ദണ്ഡു കൊടുത്തു. കൗബീനം കൊടുത്തത് അതിഥി ദേവി തന്നെയാണ്. കുട കൊടുത്തത് ആകാശമാണ്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സമർപ്പണങ്ങൾ ചെയ്തപ്പോ ഭിക്ഷാപാത്രം കൊടുത്തത് യക്ഷരാട് കുബേരനാണ്. ഭിക്ഷ കൊടുത്തത് ഉമാദേവി പാർവതീദേവിയാണ് ഭിക്ഷ കൊടുത്തത്. ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് നിന്നു ഭഗവാൻ. അതൊക്കെ കൊടുത്തു. അങ്ങനെ അവിടുന്ന് അഗ്നിപൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഭൃഗുകച്ഛ സംജ്ഞകേ, ഭൃഗുകച്ഛം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നർമ്മദയുടെ തീരത്ത് യജ്ഞം നടത്തുന്ന ആ യജ്ഞവാടത്തിലേക്ക് യജ്ഞമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ അവിടുന്ന് കടന്നു ചെന്നു.
കടന്നു ചെന്നപ്പോ ആ ബലി വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് തോന്നി, ഇതാരായി വരണത്, എന്തൊരു തേജസ്സാണ്, സൂര്യനാണോ, സലകുമാരനാണോ, അഗ്നിയാണോ എന്നൊക്കെ തോന്നി. സാക്ഷാൽ ഭഗവാനാണ് എന്ന് അപ്പ തോന്നിയില്ല. അപ്പോ ആ ബലി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാല് കഴുകി എന്നാണ്. അപ്പൊ പാദസേവ ചെയ്യുക എന്നുള്ളത് ദേവന്മാർക്കും മുനിമാർക്കും മാത്രമല്ല, അസുര ചക്രവർത്തിയായിരിക്കുന്ന ബലിക്കും സാധിച്ചു. വിദ്യാവലി എന്ന തന്റെ പത്നിയോടുകൂടി ചേർന്ന് ആ ഉണ്ണിയുടെ പാദം കഴുകി ആ പാദതീർത്ഥത്തെ ശിരസിൽ ധരിച്ചു. പട്ടരിപ്പാട് പറയണത് പ്രഹ്ലാദന്റെ വംശത്തിൽപ്പെട്ട ആളായത് കൊണ്ടാണോ അതോ യാഗങ്ങൾ ഒരുപാട് ചെയ്തത് കൊണ്ടാണോ ബലിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം ഗുരുവായൂരപ്പ അങ്ങ് കൊടുത്തത് എന്നാണ്. അങ്ങനെ ബലിയുടെ ആ പാദസേവയൊക്കെ സ്വീകരിച്ചു. അത് കഴിഞ്ഞാലോ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം. ഇവിടെ സാധാരണ രീതിയിലൊക്കെ ഭക്തന്മാര് ഭഗവാനെ അർച്ചിക്കുക പതിവ് അല്ലേ. ഇവിടെ ഭഗവാൻ ഭക്തനെ അർച്ചിച്ചു. എങ്ങനെയാ അർച്ചിച്ചത്? അക്ഷരാർച്ചനയാണ് ഉണ്ടായത്. അക്ഷരങ്ങളെ കൊണ്ട് അർച്ചിച്ചു. മറ്റൊന്നുകൂടിയുണ്ട്, ഈ അക്ഷരാർച്ചനയിലൂടെ മഹാബലിയെ അക്ഷരസ്വരൂപിയാക്കി മാറ്റി, ക്ഷരമില്ലാത്ത നാശമില്ലാത്തവനാക്കി മാറ്റി. അപ്പൊ മഹാബലിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ആ ബലിയെ പുകഴ്ത്താൻ തുടങ്ങി. ബലിയെ മാത്രമല്ല പുകഴ്ത്തിയത് എന്ന്, മറിച്ച് പിന്നെ ആരെ പുകഴ്ത്തിയത്? പുകഴ്ത്തിയത് ബലിയുടെ അച്ഛനെ, മുത്തച്ഛനെ, മുതുമുത്തച്ഛനെ ഒക്കെ പുകഴ്ത്തി. അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴോ അങ്ങയുടെ അച്ഛൻ ദേവന്മാര് ചോദിച്ചപ്പോ ആയുസ് പോലും കൊടുത്ത ആളാണ് അല്ലെ, പ്രാണനെ പോലും നൽകിയ ആളാണ്. അതേപോലെ അങ്ങയുടെ മുതുമുത്തച്ഛന്മാരിൽ ഒരാളായ ആ ഹിരണ്യകശിപു ലോകത്തെ മുഴുവൻ കീഴടക്കി ഏകഛത്രാധിപതിയായി മാറി എന്ന് അഹങ്കരിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തിയപ്പോഴോ അവിടെ ഏവം സനിശ്ചിത്യതിപോ ശരീരമാധാവതോ നിർവിവിശേ സുരേന്ദ്ര ശ്വാസാനിരാന്തർഹിത സൂക്ഷ്മദേഹസ്തൽപ്രാണരന്ധ്രേണ വിവിഘ്ന ചേത. ഈ വിഷ്ണു എന്ത് ചെയ്തു എന്നറിയോ? ഭഗവാൻ ഇങ്ങനെ ആ ബലിയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. വിഷ്ണു ഈ വന്ന ഹിരണ്യകശിപുവിന്റെ നാസാദ്വാരത്തിലുള്ള അകത്തേക്ക് കയറി. ഇത് കേട്ടപ്പോഴാണ് ശുക്രാചാര്യർക്ക് ആളെ മനസ്സിലായത് അല്ലേ. ഭഗവാൻ അകത്തേക്ക് കയറിയ കഥ അത് ആർക്കേ അറിയുള്ളൂ. ഒന്നുകിൽ ഭഗവാൻ അറിയും, അല്ലെങ്കിൽ ആരുടെ മൂക്ക് കൂടെ കയറിയിട്ട് അയാൾക്ക് അറിയും. അപ്പൊ ഈ ഹിരണ്യകശിപു ദേവരെ പറഞ്ഞിട്ടില്ല ശുക്രാചാര്യരുടെ അടുത്ത്. കാരണം ഹിരണ്യകശിപു അകക്കണ്ണ് തുറന്നിട്ടില്ല. അകക്കണ്ണ് തുറന്നാലേ അകത്തിരിക്കുന്ന ആളെ കാണാൻ സാധിക്കുള്ളൂ. എപ്പോഴും ഉരുട്ടി വീഴ്ച കണ്ണുമായിട്ടാണ് ഹിരണ്യകശിപു നടക്കണത്. ആ സമയത്തൊന്നും ഇങ്ങനെ വിഷ്ണുവിന്റെ ഉള്ളിലേക്ക് കയറി എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. പക്ഷേ ഇവിടെ ഒരാൾ പറയണു വിഷ്ണു ആ ഹിരണ്യകശിപുവിന്റെ ഉള്ളിലേക്ക് കയറിയെന്ന്. അപ്പൊ ഇത് ആരായിരിക്കും? ഇത് സാക്ഷാൽ വിഷ്ണുവാണ്. ശുക്രാചാര്യർക്ക് കാര്യം മനസ്സിലായി. അപ്പോ ഇത്തരത്തിൽ ഇങ്ങനെ ഗംഭീരമായിട്ട് പുകഴ്ത്തി പുകഴ്ത്തി വന്നപ്പോ ബലിയുടെ ഉള്ളിലും കുറച്ചൊരു അഹങ്കാരം വന്നു. നമുക്കും അങ്ങനെയാണല്ലോ. നമ്മുടെ കാരണവന്മാരെ കുറിച്ചൊക്കെ കുറച്ച് കേമത്തം പറഞ്ഞാൽ, ഞാൻ ജഡ്ജി ആയിരുന്ന ആളുടെ മരുമകനാണ്, അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? താൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പൊ ജഡ്ജിയുടെ കേമത്തം ഇയാൾക്കില്ല. പക്ഷെ ജഡ്ജിയുടെ മരുമകനാണ് അല്ലേ, ഇങ്ങനെയൊക്കെ കേമത്തം പറയും. SP-യുടെ മകനാണ് അല്ലേ, അയാൾ കുറേ കാലം പോലീസായിട്ടാണ് ജീവിച്ചെങ്കിൽ ഇയാൾ ജീവിതകാലം മുഴുവൻ കള്ളനായിട്ട് ജീവിച്ച ആളാണ്. അപ്പോ അങ്ങനെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, കേമത്തം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബലിയുടെ ഉള്ളിൽ ചെറിയ അഹങ്കാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നീക്കി അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ബലി പറഞ്ഞു, അങ്ങക്ക് എന്താണ് വേണ്ടത്? ഭഗവാനോട് നമ്മൾ പലതും വഴിപാടുകളൊക്കെ നേരാറുണ്ട് അല്ലേ. നമുക്ക് ഇതിനൊക്കെ ശക്തി തരണതാരാ? അത് ഭഗവാൻ തന്നെയാണെന്ന് മറക്കാതെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഒരു കാര്യമില്ല എന്നാണ്. അപ്പോ ഇവിടെ ഭഗവാൻ പറഞ്ഞു, എനിക്ക് എന്ത് വേണമെന്നാ പറഞ്ഞത്? പദാനി ത്രീണി ദൈത്യേന്ദ്ര, എനിക്ക് 3 അടി മണ്ണ് മതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉള്ളിൽ അഹങ്കാരം കുറച്ചുകൂടി വളർന്നു ബലിക്ക്. ഭഗവാൻ വിചാരിച്ചു എല്ലാം അങ്ങോട്ട് ആയിക്കോട്ടെ,
അത് കഴിഞ്ഞാൽ ഒറ്റ അടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ബലി പറഞ്ഞത്. ഉണ്ണിയോട് പറയാ, ഉണ്ണി 5 വയസ്സുള്ള ഒരു ഉണ്ണിയുടെ തേജസ് കണ്ടപ്പോ ഞാൻ മഹാഗേമനാണെന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ണിയുടെ ബുദ്ധി ഇപ്പൊ ബാലിശമായിട്ട്, ത്വം ബാലോ ബാലിശമതി, ബുദ്ധി ആ നിലയ്ക്കാണ് നിൽക്കണത്. അപ്പൊ അതുകൊണ്ടാണ് ജീവിക്കാനുള്ളതെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചൂടെ എന്നാണ്. ഭഗവാൻ ചിരിച്ചു. അപ്പൊ ബലി പറഞ്ഞു, എൻ്റെ അടുത്ത് ആരെങ്കിലും യാചിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരിടത്തും പോയി യാചിക്കരുത് എന്നാണ് എൻ്റെ സങ്കല്പം. അപ്പൊ ജീവിക്കാനുള്ളതെങ്കിലും ചോദിക്കൂ. ഭഗവാൻ പറയാ, ഉള്ളില് അങ്ങയുടെ അടുത്ത് മാത്രമേ ഞാൻ യാചിച്ചിട്ടുള്ളൂ, ആരുടെ അടുത്ത് പോയി അങ്ങോട്ട് യാചിക്കാറില്ല. പിന്നെ കേവലം തമാശയ്ക്ക് വേണ്ടി അല്ലേ, വാമനമൂർത്തി കഴിഞ്ഞ് അതിഥി ദേവകിയായും അതേപോലെ കശ്യപൻ വസുദേവരായും മാറുമ്പോ യശോദാമ്മയുടെ അടുത്തും അതേപോലെ ഗോപികമാരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് യാചിക്കാറുണ്ട്. പക്ഷേ യാചിച്ചാലും അത് കിട്ടണവരെ കാത്തു നിൽക്കില്ല. തട്ടിപ്പറിച്ചെടുക്കലാണ് ഏറ്റവും ഇഷ്ടം. അത് ഗോപികമാരുടെ കയ്യിൽ വെണ്ണയാണെങ്കിലും പാലാണെങ്കിലും അതല്ല ഹിരണ്യകശിപുവിന്റെ മാറിൽ രക്തമാണെങ്കിലും ഒക്കെ തട്ടിപ്പറിച്ചെടുക്കലാണ് കണ്ണന് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഏതായാലും ബലി പറഞ്ഞു, അങ്ങ് ജീവിക്കാനുള്ളതെങ്കിലും തസ്മാൽ വൃത്തികരിം ഭൂമിം പടോ കാമം പ്രതീക്ഷമേ, എന്നിൽ നിന്ന് ജീവിക്കാനുള്ളതെങ്കിലും മേടിക്കൂ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കലാണ് ഏറ്റവും വലിയ സുഖം. അത് ബലിയോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടും ഭഗവാൻ പറയുകയാണ്, കിട്ടുന്നതിൽ സന്തോഷിച്ചാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ പോലെ ആവണമെന്ന് വിചാരിച്ചാൽ എന്നും ദുഃഖമായിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പുറത്തെ ആൾക്ക് എന്തെങ്കിലും നല്ലത് വരണം കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ എന്തോ ഒരു വിഷമം. ഈ സുഖേട് മാറാൻ എന്താ വഴി? ഈ സുഖേട് മാറാൻ ഹരിരസായനം, ഹരിനാമരസായനം ആവോളം കഴിക്കുക, എന്നാൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഏതായാലും ബലി പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ മുഴുവൻ നാഥനായിരിക്കെ. ഭഗവാൻ ഒന്ന് ചിരിച്ചു. ബലിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ലോകത്തിന്റെ നാഥൻ ആരാണെന്ന്. അത് ഈ അഹങ്കാരം വരുമ്പോഴാണ് അതൊക്കെ ഇങ്ങനെ തിരിച്ചു തോന്നണത്. അതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, വേണ്ട, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. സപ്തദ്വീപുകളുടെയും അധിപന്മാരായിട്ടുള്ള ആളുകൾ, വൈന്യകയാദയ, അവര് പോലും എല്ലാം കിട്ടിയാലും പോരാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു സന്തോഷമില്ല. കിട്ടുന്നതിൽ സന്തോഷിച്ചാലോ, യദൃക്ഷയോപപന്നേനാ സന്തുഷ്ടോ വർത്തതേ സുഖം, അവർക്കാണ് ഏറ്റവും സുഖം. ലോകത്തിനോടായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ബലി പറഞ്ഞു, അങ്ങനെയാണ് അങ്ങക്ക് നിർബന്ധമെങ്കിൽ. ഭഗവാൻ പറഞ്ഞു, തസ്മാൽ ത്രീണിപദാന്യേവാ വൃണേ ത്വദ്വരദർഷഭാൽ, അങ്ങയിൽ നിന്ന് 3 അടി മണ്ണ് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ, അത് മതി എനിക്ക് എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ വിദ്യാബലി വളരെ ശുദ്ധമായ നിർമ്മലമായ ജലം ജലഭാജനത്തിൽ കൊണ്ടിങ്ങനെ വരുമ്പോ ശുക്രാചാര്യ ചില കാര്യങ്ങളൊക്കെ ബലിയോട് പറഞ്ഞു. അപ്പൊ ഈ ബലി ശുക്രാചാര്യ പറഞ്ഞത് കേൾക്കാതെയാവണ്ടേ. പക്ഷെ കേൾക്കാതെ ഗുരുനാഥൻ പറഞ്ഞത് കേട്ടില്ലെങ്കിലും വിരോധമില്ല. കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെടും. പക്ഷെ വിരോധമില്ല. അതൊക്കെ നഷ്ടപ്പെടുമ്പോ ഭഗവാനിൽ ആസക്തി വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് ഉള്ളതിനെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതും ഭഗവാന്റെ കാരുണ്യമാണ് എന്ന തിരിച്ചറിവ് ശുക്രാചാര്യരുടെ വാക്കുകൾ കേട്ട ബലിക്കുണ്ടായി. ശുക്രാചാര്യ പറഞ്ഞു, സത്യത്തിൽ ഈ വന്നിരിക്കുന്ന ആള് വിഷ്ണുവാണ്. നിന്റെ ഐശ്വര്യം മുഴുവൻ വിഷ്ണു കൊണ്ടുപോകും, നീ ഒന്നുമില്ലാത്തവനായിട്ട് തീരും. നേരത്തെ പറഞ്ഞതുപോലെ പൂജ്യമായി മാറും. പക്ഷെ പൂജ്യപദവിയിലേക്ക് എത്താൻ അത് നല്ലതാണ് എന്ന് ഭാഗവതം ഈ കഥയിലൂടെ കാണിച്ചു തരുന്നു. അതുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം 2 അടി കൊണ്ട് 14 ലോകങ്ങളും അടക്കി നിന്നെ സ്വർഗഭ്രഷ്ടനാക്കും. തദ്ദാനം പ്രശംസന്തി, എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ നമുക്കുള്ള ആ ധനത്തെ വിത്തത്തെ 5ആയി തിരിച്ചിട്ട് വേണം. പഞ്ചധാ വിഭജൻ വിത്തമിഹാമുത്ര ചമോദതേ ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ ച, ഇതിനൊക്കെ മാറ്റി വെച്ചിട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ വലിയ അപകടമാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ എന്നിട്ട് ചിലത് കൂടി പറഞ്ഞു, ചില സമയത്തൊക്കെ നുണ പറയുന്നതിലും തെറ്റില്ല എന്നാണ് ശുക്രാചാര്യരുടെ കണ്ടുപിടുത്തം. ശുക്രാചാര്യൻ എന്ത് പറഞ്ഞു? സ്ത്രീഷു നർമ്മ വിവാഹേ ചാവൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃതം സ്യാൽ ജുഗുപ്സിതം
അതിൽ തെറ്റില്ലാത്ത. സ്ത്രീകളോട് വേണമെങ്കിൽ നുണ പറയാം. പിന്നെയോ വിവാഹം നടക്കാൻ വേണ്ടി നുണ പറയാം, തമാശയ്ക്ക് വേണ്ടി നുണ പറയാം, ജോലി കിട്ടാൻ പ്രാണസങ്കടം വരുമ്പോ, ബ്രാഹ്മണർക്കും പശുക്കൾക്കൊക്കെ എന്തെങ്കിലും വിഷമം വരും എന്ന് വന്നാൽ ഈ സന്ദർഭത്തിലൊക്കെ നുണ പറയാം എന്ന് പറയുന്നു. അപ്പോ ഈ ജീവിത വൃക്ഷത്തിന്റെ വേരാണ് നുണാന്ന. അത്യാവശ്യം നുണ പറയാമെന്നാണ് ശുക്രാചാര്യരുടെ കണ്ടുപിടുത്തം. പക്ഷേ ശുക്രാചാര്യ ശിഷ്യനായിരിക്കുന്ന ബലി പറഞ്ഞു നുണ പറയാനേ പാടില്ല ഗുരുനാഥാന്ന്, അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ശുക്രാചാര്യരുടെ ആ ശിഷ്യ വാത്സല്യത്തിന് ഒരു ഇടിവ് വന്നു. പക്ഷേ അവിടെ ഭക്ത വാത്സല്യം ആവോളം അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ ബലിക്ക് പറഞ്ഞത് എന്താ? ഗുരുനാഥ അങ്ങ് പറയണു എല്ലാം നഷ്ടപ്പെടുന്നു, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലല്ലേ നഷ്ടപ്പെടുമ്പോ വിഷമം ഉണ്ടാവുള്ളൂ എന്നാ തിരിച്ചു ചോദിച്ചത്. ഇതൊക്കെ ഭഗവാൻ തന്നതാണ്, ഇതൊക്കെ ഭഗവാൻ തിരിച്ചെടുക്കണു എന്ന് വിചാരിച്ചാൽ പോരെ? ഏറ്റവും എളുപ്പം അതാണ്. നമുക്കും ജീവിതത്തിൽ സുഖം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടുണ്ടായതല്ല, ഭഗവാന്റെ കനിവ് കൊണ്ടാണ്, ഭഗവാൻ എനിക്ക് തന്നു, അത് ഭഗവാൻ തിരിച്ചെടുത്തു. ഇങ്ങനെ വിചാരിക്കുക അല്ലേ? മറ്റുള്ളവരെയൊക്കെ ഉത്ബോധിപ്പിക്കുക. ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ പ്രഭാഷണം നടത്താനൊക്കെ എളുപ്പമാണ്. നമ്മുടെ സാധനം പോകുമ്പോഴാണ് ഈ കുഴപ്പമറിയാം അല്ലേ? അപ്പൊ നമ്മളത് പോയി കഴിഞ്ഞാൽ ഒരാള് ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഗംഭീരായിട്ട്, ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഒരാളുടെ 10,000 രൂപയാണ് കാണാതെ ഇത് വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു ഇതിലൊന്നും വലിയ കാര്യമില്ല, 10,000 രൂപ നിനക്ക് തന്നത് ഭഗവാൻ, ഇപ്പൊ തിരിച്ചു കൊണ്ടുപോയതും ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് നമ്മള് ജീവിതത്തിൽ ചിലപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ അവസരം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, അതിലൊന്നും ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ വലിയ സമാധാനായി. അങ്ങനെ അദ്ദേഹത്തെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചു. ഇടയ്ക്ക് ഗുരുനാഥന്റെ അടുത്തേക്ക് വരും. ഒരു ദിവസം വന്നപ്പോ ഗുരുനാഥൻ ആകെപ്പാടെ പരിഭ്രമിച്ചിരിക്കുക. എന്തു പറ്റി ഗുരുനാഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പറയണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ശരിയാക്കി തരാം എന്ന് എനിക്കൊരു 500 രൂപ തരാൻ പറഞ്ഞു. അതെന്തിനാ? എൻ്റെ ഒരു 500 രൂപ കാണാനില്ല. അത് പോയത് പോട്ടെ എന്നല്ലേ ഗുരുനാഥൻ പണ്ട് പറഞ്ഞത്. അത് നിന്നോട് ഉപദേശിക്കുമ്പോ ഒക്കെ ശരിയാണ്, എൻ്റെ കാര്യത്തിൽ അത് ശരിയല്ല. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. പക്ഷേ ഈ ബലി അങ്ങനെയല്ല. ആ ഗുരുനാഥന്റെ വാക്കിനെ തള്ളിക്കളയുന്നതിന് ബലി കാരണമായിട്ട് പറഞ്ഞത്, സത്യത്തെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എന്ന്. അസത്യവാദികളെ ഒഴിച്ച് എല്ലാം ഞാൻ സഹിക്കുമെന്ന് പറഞ്ഞ ഭൂമി, ആ ഭൂമിയുടെ പാലകനാണ് ഞാൻ എങ്കിൽ ഞാൻ അസത്യം പറയാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇന്നത്തെ അധികാരികളോട് ബലി എന്ന പുസ്തകം വളരെ ഗംഭീരമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇതൊക്കെ ഓരോന്നൊക്കെ കേൾക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ കേട്ടത് എന്തായി? വാമനൻ ചതിയനാണെന്ന് മാത്രമേ പഠിച്ചുള്ളൂ. ബലിയുടെ കഥ കേട്ടിട്ട് അത്രേ ഉണ്ടായുള്ളൂ. അതാണ് കുഴപ്പം. ഏതായാലും ബലി പറഞ്ഞു, സത്യത്തിൽ ആ സത്യത്തിൽ നിന്ന് ഞാൻ ഒരു കടുകിട പിന്മാറില്ല. എൻ്റെ ഈ ഐശ്വര്യമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ? അദ്യവാബ്ദ ശതാന്തേവ, ചിലപ്പോ ഇപ്പൊ നശിക്കും, ചിലപ്പോ 100 കൊല്ലം കഴിഞ്ഞിട്ട് നശിക്കും. അതിലൊക്കെ എന്തിനാ വിഷമിക്കണത്? ഗുരുനാഥൻ പുറത്തേക്ക് ശപിച്ചുവെങ്കിലും ഉള്ളിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം എന്താ? ഭഗവാനിൽ ഭക്തി ഉണ്ടായിരിക്കണോ എൻ്റെ ശിഷ്യന്, അതുകൊണ്ട് കൊടുക്കട്ടെ എന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം. ഗുരുനാഥൻ മനസ്സുകൊണ്ട് ശിഷ്യന്റെ സൽപ്രവൃത്തിയെ വന്ദിക്കുകയോട് ചെയ്തു. ഗുരുനാഥൻ ഭഗവാനെ വന്ദിച്ചു, ശിഷ്യൻ ഭഗവാനെ വന്ദിച്ചു. ആ ഭഗവത് സ്വരൂപത്തെ ലോകം മുഴുവൻ വന്ദിച്ചു. അതെപ്പോഴാ? ആ ദേവി വിന്ധ്യാവലി കൊണ്ടുവന്ന ദിവ്യമായ ജലം കൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ കഴുകി ആ പാദതീർത്ഥത്തെ ശിരസിൽ സ്വീകരിച്ച ബലിക്ക് വിശ്വരൂപ ദർശനം ഭഗവാൻ സാധ്യമാക്കി കൊടുത്തു. ബലി ഇങ്ങനെ നോക്കുമ്പോ ഭഗവാൻ ഇങ്ങനെ വളർന്നു വളർന്നു വളർന്ന് വലുതാവുന്നു. അങ്ങനെ വലുതാവുക, ആ തദ്വാപനം രൂപമവർദ്ധതാത്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോ ദ്യൗർവിവര പയോധയസ്ഥിര്യനൃദേവ ഋഷയോ യദാസത. ഭഗവാൻ ആകാശത്തോളം ഉയർന്നു, 2 അടി കൊണ്ട് 14 ലോകങ്ങളും അളന്നെടുത്തു. അങ്ങനെ ഭഗവാനെ ഈ ബലിയും അതേപോലെ ബലിയുടെ ഗുരുനാഥനായ ശുക്രാചാര്യൻ മാത്രമല്ല വന്ദിച്ചത് എന്ന് പറയുന്നു. ലോകം മുഴുവൻ ഭഗവാനെ വന്ദിച്ചു. പ്രത്യേകിച്ചും
ജാമ്പവാൻ, വൃക്ഷരാജാവായിരിക്കുന്ന ജാമ്പവാൻ അവിടെ തൻ്റെ ആ പെരുമ്പറ മുഴക്കിക്കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ വന്ദിച്ചു. അങ്ങനെ വന്ദിച്ചപ്പോഴോ അർച്ചനം, വന്ദനം, ദാസ്യം, ദാസ്യഭാവത്തിലേക്ക് ഭഗവാൻ ഈ ബലിയെ കൊണ്ടുവന്നു. അപ്പൊ അതുവരെ ഞാൻ 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 എന്ന് വിചാരിച്ച ആൾക്ക് ഇപ്പോ എന്തായി? ദാസോഹം എന്ന ഭാവത്തിലേക്ക് എത്തിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഗരുഡനോട് പറഞ്ഞ് ഗരുഡൻ ആ വരുണഭാഷം കൊണ്ട് ബലിയെ ബന്ധിച്ചു. ഭഗവാൻ 74 ലോകങ്ങളും അളന്നെടുത്തു, ബലിയെ ബന്ധിച്ചു. ആ ബലിയെ ബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അസുരപ്പട ആ ഭഗവാന് നേരെ അല്ലെങ്കിൽ വാമനമൂർത്തിക്ക് നേരെ ആയുധങ്ങളെടുത്ത് യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ വാരയാമാസ വരെ മുഴുവൻ തടഞ്ഞു ബലി. ഹേ വിപ്രചിത്തെ, ഹേ രാഹോ, ഹേ നേമേ ശ്രൂയതാം വച മാ യുദ്ധ്യത, നിങ്ങൾ ആരും യുദ്ധം ചെയ്യരുത്. ഇതൊക്കെ കാലത്തിന്റെ രീതി മാത്രമാണ്. കാലസ്വരൂപിയായ ഭഗവാനാണ് എൻ്റെ മുമ്പിലേക്ക് വന്നേക്കണത്. ഇതിലും വലിയ സമ്പത്ത് എനിക്ക് വേറെ എന്താ ഉള്ളത് എന്നാണ്. ഗുരുനാഥനോടും ബലി ചോദിച്ചത് അത് തന്നെയാണ്. ഭഗവാൻ നൽകിയതാണ് ഇത്. ആ ഭഗവാൻ നമ്മുടെ മുമ്പിൽ നേരിട്ട് വരികയെങ്കിൽ ഇതിലും വലിയ സമ്പത്ത് വേറെ കിട്ടാനുണ്ടോ? അപ്പൊ അതെങ്ങനെയാണ് ആപത്താവണത് ഗുരുനാഥാന്ന്? അപ്പൊ അതുകൊണ്ട് തൻ്റെ ഒപ്പത്തിലുള്ള അസുരപ്പടയോട് ബലി പറഞ്ഞു, നിങ്ങൾ ആരും യുദ്ധം ചെയ്യരുത്, ഭഗവാന്റെ സങ്കല്പമാണ് ഇത് എന്ന് പറയുന്നു. ഭഗവാൻ ബലിയുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോ അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം. അടുത്ത അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ സഖ്യഭാവത്തിലേക്ക് എത്തിച്ചു. ഇത് സഖ്യഭാവം, ആ സൗഹൃദം, ആ ഒരു നിലയിലേക്ക് എത്തി. ദാസോഹം തവ കേശവ എന്ന ആ പദത്തിൽ നിന്ന് ഇപ്പോ ഭഗവാനോടൊപ്പം സഖ്യഭാവത്തിലേക്ക് എത്തി. അതിനെന്താ കാരണം? ഇപ്പൊ ഭഗവാനെ പോലെയായി ബലിയും ഒന്നും തന്നെ ഇല്ല, അല്ലേ? ഭഗവാനാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്തിനെ നേടി ഭഗവാൻ തന്നെയായി മാറി. നമ്മൾ ആദ്യം ഗജേന്ദ്രമോക്ഷത്തിൽ പറഞ്ഞതുപോലെ അവിടെ ഭഗവൻ സാരൂപ്യമുക്തി കൊടുത്തുവെങ്കിലും ഇവിടെ ഭഗവാന് തുല്യനാക്കി മാറ്റി. എൻ്റെ കൂട്ടുകാരനാണ് എന്ന നിലയിലേക്ക്. കാരണം എന്താ? ഭഗവാനെ പോലെ മായയെ ജയിച്ചു. അതുകൊണ്ടാണ് ലോകത്തിനോടായിട്ട് ഭഗവാൻ പറഞ്ഞത് ഇവിടെ മായയെ ജയിച്ചു. അജയ്ഷീത് അജയാം മായാം, ആർക്കും ജയിക്കാൻ സാധിക്കാത്ത മായയെ ജയിച്ചു ബലി. ഞാൻ പല രൂപത്തിൽ സത്യമെന്ന രീതിയിൽ അധർമ്മം പറഞ്ഞിട്ട് പോലും അതിനെ ഒന്നും എന്ത് ചെയ്തില്ല, അതിന് തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നാണ്. വേണമെങ്കിൽ ബലിക്ക് പറയായിരുന്നു, അങ്ങ് വന്നപ്പോ ചെറിയ ഉണ്ണിയായിട്ട് വന്നിട്ട് ഇപ്പൊ വലുതായില്ലേ, അതുകൊണ്ട് അങ്ങ് ചെയ്തത് ശരിയല്ല എന്നല്ല പറഞ്ഞത്. ആ ഹരിയെ മനസ്സിലാക്കി, ശരിയെ മനസ്സിലാക്കി ഭഗവാന്റെ മുമ്പിൽ തലകുനിച്ച് ബലി പറഞ്ഞു, പദം തൃതീയം കുരു ശീഷ്ണിമേ നിജം. അവിടുത്തെ പാദാരവിന്ദങ്ങളെ എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അസത്യവാദി അല്ലാതെയാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, എല്ലാം എനിക്ക് തന്ന ഒരാളെ ഭഗവാൻ അങ്ങോട്ടും ഭഗവാനോട് ഇങ്ങോട്ടും, ഭക്തനും ഭഗവാനും അങ്ങനെയാണ്, ആത്മസമർപ്പണം ചെയ്തു എന്നാണ്. തന്നെ തന്നെ കൊടുക്കുക, ഇത് ഭഗവാന്റെ മാത്രം കാരുണ്യമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇനി ഒന്നുമില്ല, എല്ലാം ഭഗവാൻ, എല്ലാം ആ ഭൗതികമായതിനെ മുഴുവൻ ഭഗവാൻ അളന്നെടുത്തു. പിന്നെ ആ ശരീരത്തെ കൂടി ഭഗവാന് സമർപ്പിച്ചു ബലി. ഇപ്പൊ ബലിയുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ എല്ലാം ഭഗവാന് സമർപ്പിച്ച ഒരാളെ ഭഗവാൻ എന്ത് ചെയ്യും? നിത്യം സംരക്ഷിക്കും. അപ്പൊ നമ്മളെയൊക്കെ ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ സംരക്ഷണം നമുക്ക് കിട്ടാത്തതിന് കാരണം എന്താ? നമ്മൾ വിചാരിക്കണില്ല ഭഗവാൻ മാത്രമാണ് നമുക്ക് സംരക്ഷകൻ എന്ന്. മറ്റു പലതും നമ്മളെ സംരക്ഷിക്കേണ്ടതാണ്. വീട്ടിൽ താമസിക്കുമ്പോൾ വീട് സംരക്ഷിക്കും, കാറിൽ പോകുമ്പോൾ കാറ് സംരക്ഷിക്കും, കൂട്ടുകാർ സംരക്ഷിക്കും, നാട്ടുകാർ സംരക്ഷിക്കും എന്നൊക്കെ വിചാരിച്ച് ഇവരാരുമല്ല നമ്മുടെ സംരക്ഷകൻ എന്ന തിരിച്ചറിവ് വരുമ്പോഴേ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുള്ളൂ. പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് ഏറ്റെടുക്കുക, അല്ലേ? എ ഫ്രണ്ട് ഇൻ നീഡ് ആണ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഭഗവാൻ സൗഹൃദത്തിന്റെ പുതുവാതായനങ്ങൾ തന്റെ ഭക്തന്റെ മുമ്പിൽ തുറന്നു. ഭക്തന് തന്നെ കൊടുത്തു. ദേവേന്ദ്രന് സ്വർഗലോകം മാത്രമേ കൊടുത്തുള്ളൂ, അവിടം വരെ കൊണ്ടാക്കി ഇങ്ങോട്ട് തിരിച്ചു പോന്നു ഉപേന്ദ്രനായി. പക്ഷേ ബലിയോട് പറഞ്ഞത് എന്താ? സുതലത്തിൽ പോയി താമസിക്കുന്നതാണ്. ആ സുതലത്തിന്റെ കാവൽക്കാരനായിട്ട് ഞാനുണ്ടാവും, അങ്ങയെ സംരക്ഷിക്കേണ്ട ചുമതല
എനിക്കാണ്, അതുകൊണ്ട് അങ്ങ് വിഷമിക്കേ വേണ്ട. ബലിയുടെ അടുത്തും പ്രഹ്ലാദന്റെ അടുത്തും ബലിയൊക്കെ ആ വിരോചനപുത്ര, ചക്രവർത്തിൻ എന്നൊക്കെ വിളിക്കുമ്പോ പ്രഹ്ലാദനെ എന്താ വിളിക്കേണ്ടത്? പ്രഹ്ലാദൻ കാക്കൽ വീണ് നമസ്കരിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു വത്സ പ്രഹ്ലാദ. പ്രഹ്ലാദനെ വിളിക്കണത് ഉണ്ണി പ്രഹ്ലാദ എന്നാണ്. കാരണം എന്താ? അന്നത്തെ 5 വയസ്സുകാരനായിട്ട് തന്നെയാണ് ഭഗവാന് തോന്നണത്. അപ്പൊ ഏതായാലും പ്രഹ്ലാദൻ കാക്കൽ വീണ് നമസ്കരിച്ചു, പറഞ്ഞു നാരായണായ അഖില ലോക സാക്ഷിണേ എന്ന് വീണ് നമസ്കരിച്ചു. രക്ഷിഷ്യേ സർവതോഹം ത്വം സാനുഗം സപരിച്ഛദം, അങ്ങേ രക്ഷിക്കേണ്ട ചുമതല ഞാനിത് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ശുക്രാചാര്യരെ വിളിച്ചിട്ട് പറഞ്ഞു, ശുക്രാചാര്യരോട് പറഞ്ഞു, ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തിരുത്തി യാഗം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞു. ശുക്രാചാര്യൻ എന്താ പറഞ്ഞത്? മന്ത്രതസ്തന്ത്രതശ്ഛിദ്രം ദേശകാലാർഹ വസ്തുത സർവം കരോതി നിശ്ചിദ്രം നാമസങ്കീർത്തനം പവ. അവിടുത്തെ നാമങ്ങൾ എവിടെ ജപിക്കുന്നുവോ അത് ആ യജ്ഞങ്ങളിലെ സകല ദോഷങ്ങളെയും തീർക്കും. ആരാ പറഞ്ഞത്? അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യ പറഞ്ഞത്. അതുകൊണ്ട് നാമജപത്തിന്റെ മഹിമ അത്ര വലുതാണ്. ബ്രഹ്മാവും പ്രഹ്ലാദനൊക്കെ ഭഗവാനെ സ്തുതിച്ചു. ഭക്തപ്രിയോ യദസി കൽപ്പതരു സ്വഭാവ, അങ്ങ് ഭക്ത പാരിജാതമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വത്സ പ്രഹ്ലാദ എന്ന് വിളിക്കണത്. ഏതായാലും ഭഗവാന്റെ നിർദ്ദേശാനുസരണം ആ യാഗം പൂർത്തിയാക്കി ഉപേന്ദ്രനായി ദേവലോകത്തിലേക്ക് ഭഗവാൻ പോയി. അവിടുന്ന് വേഗം തിരിച്ചു വന്ന് അവിടെ സുതലത്തിന്റെ കാവൽക്കാരനായി ഭഗവാൻ മാറി എന്ന് പറയുന്നു. സർവമേതൽമയാഖ്യാതം ശ്രീ സുബ്രഹ്മണ്യ പറഞ്ഞു ഭവത കുലനന്ദന ഉരുക്രമസ്യ ചരിതം. ഭഗവാന്റെ ഈ ചരിത്രം ശ്രോതൃണാം അഖമോചനം എന്നാണ്. കേൾക്കുന്ന ആളുകളുടെ മനസ്സിനെ ശുദ്ധമാക്കി പാപങ്ങളെയൊക്കെ ഇല്ലാതെയാക്കും എന്നും പറഞ്ഞു. ഈ കഥാസന്ദർഭം പ്രത്യേകിച്ചും പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പാടുന്നത് വളരെ വിശേഷമാണ് എന്ന ഫലശ്രുതി കൂടി അവിടെ പറഞ്ഞു. അങ്ങനെ 9 അധ്യായങ്ങളിലൂടെ ഭഗവാന്റെ കഥ വർണ്ണിച്ചതിന് ശേഷം ഒരൊറ്റ അധ്യായം കൊണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ച കഥയും അവിടെ സൂചിപ്പിച്ചു. അത് എപ്പോഴാത് വെണ്ട പോലെ കേട്ടാൽ സാവധാനതയാ ശൃണു എന്ന് ഭാഗവതത്തിന് ആദ്യത്തിൽ പറയുമല്ലോ, അതേപോലെ ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഓരോരോ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ വക്താവിൻ്റെ അടുത്ത് ചോദിക്കും. ആ ചോദ്യങ്ങൾ, അതാണ് പരീക്ഷത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആ കേൾവിക്കാരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ വളർന്നു വലുതായി എന്ന് പറഞ്ഞപ്പോഴേക്കും പരീക്ഷത്തിന് ഓർമ്മ വന്നു, ഇതേപോലെ വളർന്നു വലുതായ ഒരു കഥയുണ്ടല്ലോ, ആ കഥ കൂടി പറഞ്ഞു തരണേ. ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ച യഥാർത്ഥമദധാൽ രൂപം മത്സ്യം ലോകജുഗുപ്സിതം. ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം മത്സ്യമായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല അല്ലേ? പക്ഷെ ഭഗവാൻ അവതരിച്ചു. കാരണം ഉത്തമ ശ്ലോക ചരിതം സർവലോക സുഖാവഹം. ലോകത്തിന് ജുഗുപ്സിതമാണ്, ജുഗുപ്സാവഹമാണ് ഭഗവാന്റെ കഥ എങ്കിൽ പോലും ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത എന്താ? ലോകത്തിന് സുഖത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് സർവം വക്തുമർഹസി, എല്ലാം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥ പറയാനായിട്ട് ആരംഭിച്ചു. ആ ശ്രീ ശുബ്രഹ്മർഷി പണ്ട് ആ ആസീതതീത കൽപ്പാന്തേ കഥ ഇങ്ങനെ പറയുകയാണ്. എവിടെ വെച്ചാത്? ഭഗവാൻ സത്യവ്രതൻ എന്ന രാജർഷിയുടെ കൈക്കുടന്നയിൽ ഭഗവാൻ അവതരിച്ചു. അപ്പൊ ഭഗവാന്റെ അവതാരം എവിടെയാണ്? ഈ രാജർഷിയുടെ കൈക്കുടന്നയിൽ വെള്ളത്തിലാണ്. ചെറിയൊരു മത്സ്യമായിട്ട് ദധാര ശബരീരൂപം ഭഗവാൻ ഹരിരീശ്വര കശ്ചിൻ നാംന സത്യവ്രതോ മഹാൻ. സത്യവ്രതനായിരിക്കുന്ന രാജർഷിയുടെ കൈക്കുടന്നയിൽ സത്യവ്രതനായിരിക്കുന്ന ഭഗവാൻ അവതരിച്ചു. അങ്ങനെ അദ്ദേഹം കയ്യിൽ ആ മത്സ്യത്തെ കണ്ടപ്പോ കൃതമാലാ നദിയിൽ വെച്ച് അദ്ദേഹം ആ വെള്ളത്തിലേക്ക് തന്നെ മത്സ്യത്തെ ഒഴുക്കി വിടാൻ പുറപ്പെട്ടപ്പോഴാണ്
മത്സ്യം സംസാരിക്കണു. കാരണം എന്താ സംസാരിച്ചത്? യാദോഭ്യോ ജ്ഞാതിഘാതിഭ്യോ. ഞങ്ങളുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിന്നും. വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ വിഴുങ്ങും. അപ്പൊ ഞാൻ ഈ വെള്ളത്തിലേക്ക് വീണ വലിയ മത്സ്യങ്ങൾ എന്നെ വിഴുങ്ങും. അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുതേന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. മത്സ്യം സംസാരിക്കണ കേട്ടപ്പോ രാജാവിന് അത്ഭുതമായി. ഏതായാലും മത്സ്യത്തെ തൻ്റെ ജലപാത്രത്തിലാക്കി ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വലിയ പാത്രത്തിലേക്ക്, വലിയ പാത്രത്തിൽ നിന്ന് ആ കുളത്തിലേക്ക്, കുളത്തിൽ നിന്ന് പുഴയിലേക്ക്, പുഴയിൽ നിന്ന് വലിയ സമുദ്രത്തിലേക്ക്, അങ്ങനെ വളർന്നു വളർന്ന് വളർന്ന് ഭഗവാൻ സമുദ്രത്തിലെത്തി. ആ സമുദ്രത്തിൽ മത്സ്യമൂർത്തിയായി മിന്നിത്തിളങ്ങുന്ന ഭഗവാനോട് സത്യവ്രതം പറഞ്ഞു. നൂനം ത്വം ഭഗവാൻ സാക്ഷാൽ ഹരിർ നാരായണോവ്യയ. അവിടുന്ന് സാക്ഷാൽ ആ നാരായണമൂർത്തിയാണ്, ഹരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അനുഗ്രഹായ ഭൂതാനാം, ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാവും അങ്ങ് ഇങ്ങനെ അവതരിച്ചത് എന്ന് വിചാരിക്കുന്നു. സർവേ ലീലാവതാരാസ്തേ ഭൂതാനാം ഭൂതിഹേതവാൻ. അവിടുത്തെ അവതാരം മുഴുവൻ അങ്ങനെയാണ്. ശിഷ്ടന്മാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനുമാണ്. അതുകൊണ്ട് അവിടുന്ന് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങ് ഉദ്ദേശിച്ചത് ശരി തന്നെയാണ്. അങ്ങയെ അനുഗ്രഹിക്കാനും ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയ ഹയഗ്രീവനെ നിഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപം എടുത്തിട്ടുള്ളത്. ഇന്നേക്ക് 7-ാം നാൾ പ്രളയമാണ്. പ്രളയജലത്തിൽ ഞാൻ വീണ്ടും അങ്ങയുടെ മുമ്പിൽ വരാം. ഏകശൃംഗധരനായി 10,000 യോജന വിസ്തീർണമുള്ള മഹാമത്സ്യമായി ഞാൻ അങ്ങയുടെ മുമ്പിൽ വരാം. ആ സമയത്ത് ഭൂമിയാകുന്ന ആ വഞ്ചിയിൽ കയറി സപ്തർഷികളോടും ഓഷധികളോടും കൂടി കാത്തു നിൽക്കുക. വാസുകി എന്ന കയറുകൊണ്ട് ആ ഭൂമിയാകുന്ന വഞ്ചിയെ എൻ്റെ ഒറ്റക്കൊമ്പിലേക്ക് ചേർത്ത് കെട്ടുക. ഞാൻ അങ്ങയെയും വഹിച്ചും കൊണ്ട് പ്രളയജലത്തിലൂടെ സഞ്ചരിക്കാം. അങ്ങയ്ക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജന. സ്വർണവർണ്ണത്തിൽ 10,000 യോജന വിസ്തീർണത്തിൽ ഭഗവാന്റെ അതിഗംഭീരമായ മത്സ്യാവതാരം അവിടെ ഉണ്ടായി. തൻ്റെ ആ ഭൂമിയാകുന്ന വഞ്ചിയെ ഭഗവാന്റെ കൊമ്പിലേക്ക് ചേർത്ത് കെട്ടി ഗംഭീരമായിട്ട് സ്തുതിച്ചു. വരത്രേണാഹിനാസ്തുഷ്ടസ്തുഷ്ടാവ മധുസൂദനം. ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നതിൽ വളരെ വിശേഷമായിട്ടുള്ളൊരു ഭാഗം, എത്രയോ ദേവന്മാരുണ്ട്, എത്രയോ ഋഷീശ്വരന്മാര്, ഗുരുനാഥന്മാരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ചാലും പറഞ്ഞു അങ്ങയുടെ അനുഗ്രഹത്തിന്റെ അയുധലേശം പോലും ആവില്ല ഭഗവാനെ. 10,000-ൽ-1 പോലും ആവില്ല. നയൽ പ്രസാദായുധ ഭാഗലേശമന്യേച ദേവ ഗുരവോ ജനാശ്രയം കർത്തും സമേത പ്രഭവന്തി പുംസസ്ത്വമീശ്വരം ത്വാം ശരണം പ്രപദ്യേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചു. അതിനെ സാർത്ഥകമാക്കിക്കൊണ്ട് മത്സ്യമൂർത്തി ആ സത്യവ്രതൻ എന്ന രാജർഷിക്ക് നൽകിയ ഉപദേശം, അതാണ് മത്സ്യ പുരാണം എന്ന് അറിയപ്പെടുന്നത്. സത്യവ്രതസ്യ രാജർഷേർ മായാമത്സ്യസ്യ ശാർഗിണ സംവാദം മഹദാഖ്യാനം ശ്രുത്വ മുച്യേത കിൽബിഷാൽ. നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടും എന്നും അവിടെ സങ്കല്പം പറഞ്ഞു, ഫലശ്രുതി പറഞ്ഞു. പ്രളയപയസി ധാതു സുപ്തശക്തേർമുഖേഭ്യ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്തഹത്വാ ദിതിജമഗധയോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഖിലഹേതും ജിംഹമീനം നതോസ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. നവമസ്കന്ധത്തിലെ ഭാഗങ്ങൾ ഇനി പ്രഭാഷണ സമയത്ത് അനുസ്മരിക്കാം. വൈകുന്നേരം കൃഷ്ണാവതാരം. ഹരേ കൃഷ്ണ.